ഹായ് ഓൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ബോട്ടിലാട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വെറൈറ്റി ബോട്ടിലാട്ടാണ്. നമ്മുടെ വീടുകളിൽ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവം, അത് വെച്ചിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോട്ടിൽ ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ കളഞ്ഞ് അതിലത്തെ ഗമ്മൊക്കെ കളഞ്ഞ് ഒന്ന് നന്നായിട്ടൊന്ന് ഈ ഒരു ബോട്ടിലിനെ നമുക്ക് ക്ലീൻ ചെയ്തെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഈ ബോട്ടിൽ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ബാക്കി നമുക്ക് എങ്ങനെയാണ് വീട്ടിലായിട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതാ നമ്മൾ ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് ടൈപ്പ് ഓഫ് ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബോട്ടിലാട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ബോട്ടിലാട്ടിന് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ബലൂണാണ്. അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ വീർപ്പിച്ച് നമ്മുടെ വീട്ടിലെ പാർട്ടികൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്ത ബലൂണാണ് കേട്ടോ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി എയർ ഉള്ളതാണ്, എന്നിട്ട് അതിൻ്റെ എയർ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ വീർപ്പിക്കാത്ത ബലൂണാണ് ഉള്ളതെങ്കിൽ ഒന്ന് നന്നായിട്ട് ബലൂണിൽ എയർ നിറച്ച് ബലൂൺ ഇതാക്കിയതിന് ശേഷം അതിലത്തെ എയർ കളയാട്ടോ, എന്നാലാണ് നന്നായിട്ട് ഇരിക്കുകയുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. അതായത് നമ്മൾ ആ മുകളിലത്തെ ഭാഗം ഉണ്ടല്ലോ ഓപ്പൺ ആയിട്ടുള്ളത്, അതാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. അതിനുശേഷം നമ്മുടെ ബോട്ടിലെടുത്തിട്ട് മുകളിൽ നിന്ന് താഴ്ത്തോട്ടാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇട്ടിട്ട് പതുക്കെ ഇങ്ങനെ വലിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിലിൻ്റെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെഭാഗമാണ് കുറച്ച് വലിപ്പം കൂടുതൽ, അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഇങ്ങനെ താഴോട്ട് ഫുള്ളായിട്ട് ഇടാമെന്ന് വിചാരിച്ചു, പക്ഷേ ബലൂൺ അത്രയ്ക്ക് അങ്ങോട്ട് വലിപ്പമില്ല. അപ്പോൾ ആ ഭാഗത്ത് ഒരു ഭംഗിയില്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ അതിനെ തിരിച്ച് ഇങ്ങനെ കയറ്റിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ പിരിച്ച് മുകളിലോട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു കട്ടിയിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ പൊട്ടാതിരിക്കാനും കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നി. ഓക്കെ, അപ്പോൾ ഇതുപോലെ വെച്ചു. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം നമുക്ക് അത്ര ഭംഗിയായിട്ട് നിൽക്കുന്നില്ലല്ലോ, ബോട്ടിലല്ലേ കാണുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് എന്ത് ചെയ്തു വെച്ചാൽ വേറൊരു ബലൂണിൻ്റെ ആ നെക്ക് ഭാഗം ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ വീർപ്പിക്കുന്ന ഭാഗമാണ്. അപ്പോൾ സെയിം ബലൂണിൻ്റെ തന്നെ കട്ട് ചെയ്തത് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ വേറൊരു കളറാണ് ഇട്ട് കൊടുത്തത്. ഓൾറെഡി ബലൂൺ പൊട്ടിയ ബലൂണാണ് ഇട്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് പൊട്ടിയ ബലൂൺ വെച്ചിട്ടായാലും മതി. അപ്പോൾ 2-3 കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു ബോട്ടിലായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടോ, ഇതിങ്ങനെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ആ നെക്കിൻ്റെ ഭാഗം താഴോട്ടും എന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ട് അതും ഒന്നിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ അതും ഒരു ബോർഡർ പോലെ ഇങ്ങനെ പിരിഞ്ഞ് ഇരിക്കും. അപ്പോൾ ഇങ്ങനെ രണ്ടും കൂടെ ഇട്ടിട്ട് നമുക്ക് ആ ഒരു എൻഡ് ഭാഗം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഓൾറെഡി കുറച്ച് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയൊരു ഡിസൈൻ ഉള്ളതാണ്, പക്ഷേ ആ ബ്ലൂമ ഡിസൈൻ ഇല്ല കേട്ടോ. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത് നോക്കാം. നമുക്കൊരു പെയിൻറ് എടുത്തിട്ട് ഈ ബോട്ടിലുമേ നമുക്ക് പെയിൻറ് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വെച്ചിട്ട് പെയിൻറ് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ പ്ലെയിൻ ഡിസൈനൊന്നും ഇല്ലാത്ത ബലൂൺ ആണെങ്കിലും നമുക്കിതുപോലെ പെയിൻറ് കൊടുത്തിട്ട് നല്ല അടിപൊളി ഡിസൈനാക്കി എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ ബ്ലൂവും യെല്ലോവും കൂടെ വരുന്ന ആ ഒരു ജോയിൻറ്റിൽ ഞാൻ പെയിൻറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പേൾ മെറ്റാലിക് കളേഴ്സാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെറുതെ കുറച്ച് ഡിസൈൻസ് കൊടുക്കുകയാണ്. ഒരു 1 സ്ട്രോക്ക് പെയിൻറ്റിങ് പോലെ ചെറിയൊരു ഫ്ലവേഴ്സും അതുപോലെ ഡോട്ട്സും ആണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ കോൺട്രാസ്റ്റ് കളേഴ്സിലൊക്കെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ പെയിൻറ് ചെയ്ത് കൊടുക്കാം. പ്ലെയിൻ ബോട്ടിലായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, അതല്ല ഡിസൈൻസ് ഉള്ളതാണെങ്കിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളുടെ കയ്യിൽ മുകളിൽ ഡിസൈൻ ഉണ്ട്, താഴെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൈറ്റ് കളർ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ ഫൈനൽ ലുക്ക് ബോട്ടിലാട്ടിൻ്റെ ഇതാണ്. കണ്ടോ, നല്ല രസമല്ലേ കാണാനായിട്ട്. എനിക്ക് ആ ഒരു ബ്ലൂ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ബലൂൺസൊക്കെ ഇതുപോലെ യൂസ് ചെയ്യാം. അതുപോലെ ചിലപ്പോൾ ബലൂണൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇങ്ങനെ ചുഞ്ഞു പോലെ ആ ബലൂണൊക്കെ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബോട്ടിലാട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ടും വളരെ സിമ്പിളായിട്ടും നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലായിട്ടാണ്. പിന്നെ ബലൂണിനൊന്നും അത്ര റേറ്റ് ഒന്നും ഇല്ല. അതുമാത്രമല്ല നമ്മുടെ പാർട്ടിക്ക് എന്തെങ്കിലും ബർത്ത്ഡേസോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ ബലൂൺ യൂസ് ചെയ്യുമല്ലോ, അപ്പോൾ അത് ബാക്കി വരുന്ന വെച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്ന ബോട്ടിലായിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും വരുമ്പോഴേക്കും ബൈ. താങ്ക് യു ഓൾ.